ധനമന്ത്രിയായിരിക്കെ നടന്ന നികുതി ഇളവ് ക്രമക്കേടുമായി സംബന്ധിച്ച കേസിൽ കെ.എം. മാണിയെ വിജിലൻസ് ചോദ്യം ചെയ്തു. ഉത്രാട ദിവസം നാട്ടകം ഗസ്റ്റ് ഹൌസിൽ വച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. വിവരങ്ങൾ പ്രശാന്ത് നൽകും കോട്ടയത്ത് നിന്നും. പ്രശാന്ത്, നേരത്തെ എഴുതി തയ്യാറാക്കിയ ചോദ്യാവലി അനുസരിച്ചായിരുന്നോ വിജിലൻസിന്റെ ചോദ്യം ചെയ്യൽ എത്ര സമയം നീണ്ടുനിന്നു? ഒപ്പം തന്നെ കെ.എം. മാണിയുടെ മറുപടികൾ അത് വിജിലൻസിന് തൃപ്തികരമായിരുന്നോ? അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? മനു, കെ.എം. മാണിയെ ഉത്രാട ദിനത്തിലാണ് ചോദ്യം ചെയ്തത്. കോട്ടയം വിജിലൻസ് ഡിവൈഎസ്പി അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ നാട്ടകം ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ഉത്രാട ദിനത്തിൽ നടന്ന ചോദ്യം ചെയ്യൽ 3.5 മണിക്കൂറോളം നീണ്ടുവന്നു. നികുതി സംബന്ധിച്ച അല്ലെങ്കിൽ ക്രമക്കേട് സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ വിശദമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ചോദ്യാവലിയിൽ ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച വിജിലൻസിന്റെ ചോദ്യാവലി അനുസരിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാണി മറുപടി നൽകുകയും ചെയ്തു. നിയമ വകുപ്പ് സെക്രട്ടറിയും ഒപ്പം കൊമേഴ്ഷ്യൽ ടാക്സ് കമ്മീഷണർ എന്നിവരുടെ ഉത്തരവുകൾക്ക് അനുസൃതമായ രീതിയിലാണ് പ്രവർത്തിച്ചതെന്നാണ് കെ.എം. മാണി വിജിലൻസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഉത്രാട ദിനത്തിൽ 3.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യൽ പ്രധാനമായിട്ടും ജോർജ് സി കാഫ്റ്റൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. കുറിച്ചിയിലുള്ള ഒരു സ്ഥാപനത്തിന്റെയും അതുപോലെ തന്നെയുള്ള വിവിധ സ്ഥാപനങ്ങൾക്ക് ബജറ്റിൽ നികുതി ഇളവ് നൽകുന്നതിന് വേണ്ടി കെ.എം. മാണി പരിശ്രമിച്ചിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. എന്തായാലും വിജിലൻസിനെ സംബന്ധിച്ച് 3.5 മണിക്കൂറോളം ചോദ്യം ചെയ്യുക, അതിൽ നിന്ന് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പ്രശാന്ത്, അതായത് മന്ത്രിയുടെ അധികാരം ഉപയോഗിച്ച് താനൊന്നും ചെയ്തിട്ടില്ല, നിയമവകുപ്പിന്റെ വകുപ്പുകളുടെ പരിശോധനകൾ കടന്നു വന്ന കാര്യങ്ങൾക്ക് അനുമതി നൽകുക മാത്രമാണ് ചെയ്തത്. അത്തരത്തിലായിരുന്നോ അദ്ദേഹത്തിന്റെ മറുപടി? തീർച്ചയായിട്ടും കെ.എം. മാണിയെ സംബന്ധിച്ച് ധനമന്ത്രിയായിരുന്ന കാലത്ത് താൻ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ തന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ ചില വകുപ്പുകളുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലുള്ള ചില ഉത്തരങ്ങളാണ് കെ.എം. മാണി നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നിയമവകുപ്പിന്റെ സെക്രട്ടറി, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ടാക്സ് കമ്മീഷണർ തുടങ്ങിയവരുടെ ഉത്തരവുകൾക്ക് അനുസൃതമായി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അല്ലാതെ വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് കെ.എം. മാണി വിജിലൻസിനോട് ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ചിരിക്കുന്നതും അവരുടെ ചോദ്യാവലിക്ക് ഉത്തരമായി അത്തരത്തിൽ പറഞ്ഞിരിക്കുന്നതും. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. കെ.എം. മാണിയെ നികുതി ഇളവുമായി സംബന്ധിച്ച കേസിൽ ഉത്രാട ദിനത്തിൽ വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. ഏകദേശം 3.5 മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. താൻ ഒന്നും ചെയ്തിട്ടില്ല, ധനവകുപ്പുകളുടെ പരിശോധനകൾ കടന്നു വന്ന കാര്യങ്ങളിൽ അനുമതി കൊടുക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.